നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഓരോ ഭാഗം കഴിയും തോറും ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും വിത്തുകൾ പാകുന്ന രക്തരക്ഷസ് എന്ന കഥയുടെ 23-ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അടുത്ത ഭാഗം അവസാന ഭാഗമാണെന്ന് എൻ്റെ കഥാപ്രേമികൾ മനസ്സിലാക്കി അടുത്ത ഭാഗം മറക്കാതെ കേൾക്കുക. നമ്മൾ കഴിഞ്ഞ കഥാഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് ദേവദത്തൻ ശ്രീപാർവതിയെ ആദ്യം ബന്ധിച്ചിരുന്ന ചെമ്പകത്തിന്റെ ചുവട്ടിൽ എത്തി. എങ്ങും കനത്ത നിശബ്ദത. കറുത്തിരുണ്ട മാനത്ത് ചന്ദ്രിക ഒളികണ്ണിട്ട് നോക്കുന്നു. മങ്ങിയ നിലാവ് പതിക്കുന്നുണ്ട്. ദേവദത്തൻ ദേവിയെ സ്മരിച്ചുകൊണ്ട് ചെമ്പകത്തിന് ഒരു വലം വച്ചു. ശേഷം കയ്യിൽ കരുതിയിരുന്ന അരളിയും കുങ്കുമവും അതിൻ്റെ ചുവട്ടിൽ നിക്ഷേപിച്ച് ഒരിക്കൽ കൂടി വലം വച്ചു. പെട്ടെന്ന് ഇരുണ്ടു നിന്ന മാനത്ത് നിന്നും കൂരിരുട്ടിലെ നിശബ്ദതയുടെ കോട്ടച്ചുവരുകളെ തകർത്തുകൊണ്ട് മേഘങ്ങൾ ഗർജിച്ചു. കുറുനരികൾ കൂട്ടമായി ഓരിയിട്ടു. മരങ്ങളുടെ കൂറ്റൻ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ഇര തേടിയിറങ്ങിയ പുളവനും ചേരയും പോലും തലയുയർത്തി ചീറ്റി. പ്രകൃതിയുടെ കലിതുള്ളലിനിടയിൽ എവിടെ നിന്നോ ഒരു പെണ്ണിന്റെ തേങ്ങലുയർന്നു. ദേവദത്തൻ പിന്തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു. പിന്നിൽ എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉയരുന്നത് അയാൾ അറിഞ്ഞു. മംഗലത്തേക്കുള്ള പാടവരമ്പിൽ കയറിയതും തന്നെ ആരോ പിന്തുടരുന്നത് പോലെ ദേവന് തോന്നി. അയാൾ നടപ്പിന്റെ വേഗത കുറച്ചു. തിരിഞ്ഞു നോക്കാൻ മനസ്സ് വെമ്പിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു. രുദ്രശങ്കരന്റെ വാക്കുകൾ ചെവിയിൽ നിറഞ്ഞു നിന്നു. എന്തൊക്കെ സംഭവിച്ചാലും പിന്തിരിഞ്ഞു നോക്കരുത്. അവൾ പല മായയും കാണിക്കും. ഭയക്കരുത്. ദേവി ദേവേട്ടന് തുണയുണ്ട്. ഇത്രയും രുദ്രശങ്കരൻ പറഞ്ഞത് ദേവദത്തൻ ഓർത്തു. ഇല്ല, പിന്തിരിഞ്ഞു നോക്കില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. ദേവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങി. പക്ഷേ പിടിച്ചു നിർത്തിയ പോലെ അയാളുടെ കാലുകൾ നിശ്ചലമായി. കണ്ണുകൾ ചുരുങ്ങി. ചെന്നിയിലൂടെ വിയർപ്പ് ഒഴുകിയിറങ്ങി. മങ്ങിയ ചന്ദ്രപ്രഭയിൽ അടുത്ത കണ്ടത്തിലെ കൊയ്ത്തു കഴിഞ്ഞ ആ പാടത്തിലെ തെളിനീരിൽ ദേവൻ ആ കാഴ്ച കണ്ടു. അഴിച്ചിട്ട മുടിയും നീണ്ടുകൂർത്ത നഖങ്ങളും തന്നേക്കാൾ ഉയരവുമുള്ള ഒരു രൂപം തൻ്റെ പിന്നിൽ നിൽക്കുന്നു. അതെ, ഇതവൾ തന്നെ, ശ്രീപാർവതി എന്ന രക്തരക്ഷസ്. തനിക്ക് ചുറ്റും ചെമ്പകത്തിന്റെ മാദക ഗന്ധം പരക്കുന്നത് അവൻ അറിഞ്ഞു. നാസികയെ കുത്തിത്തുളച്ച് കയറിയ ചെമ്പകപ്പൂ സുഗന്ധം ക്രമേണ രക്തത്തിന്റെ രൂക്ഷഗന്ധമായി മാറി. ആ രൂപം തന്റെ അരികിലേക്ക് അടുക്കുന്നത് ദേവൻ അറിഞ്ഞു. മുൻപോട്ട് ഓടണമെന്നുണ്ട്, പക്ഷേ സാധിക്കണില്ല. കാലുകൾ ചലിക്കണില്ല. ശരീരം തളരണു. ഒരു വിളിപ്പാടകലെ വള്ളക്കടത്ത് ക്ഷേത്രം ഇരുട്ടിൽ മുങ്ങി നിൽക്കണു. നാളെ പുലർച്ചെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ തൊഴാൻ എനിക്ക് സാധിക്കില്ലേ ദേവി? എന്നെ കൈവിടല്ലേ അമ്മേ, രക്ഷിക്കണേ. അയാൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഇല്ല, അവൾ കൂടുതൽ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി രക്ഷയില്ല. എല്ലാം ഇന്നിവിടെ അവസാനിക്കുന്നു. തന്റെ ജീവിതം ഇവിടെ തീരുകയാണ്. ഓർമ്മ വച്ച കാലം മുതൽ തന്നെ കൂടെ നിർത്തിയ ശങ്കരനാരായണ തന്ത്രി, ഉണ്ണിത്തമ്പുരാൻ, കാളകെട്ടിയില്ലം എല്ലാം തനിക്ക് നഷ്ടമാവുന്നു. ദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നുവരെയാണ് കഴിഞ്ഞ കഥാഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ സമയത്ത് മഹാമാന്ത്രികനായ രുദ്രശങ്കരന്റെ ഉദരം വീർത്ത് വീർത്ത് ഒടുവിൽ ശ്വാസം തടസ്സപ്പെടുന്ന അവസ്ഥയിലായി. ഓഹോ, വയർ വീർത്ത് വീർത്ത് ഒടുവിൽ ശ്വാസം തടസ്സപ്പെട്ട് ഞാൻ മരിക്കണം. നീ കൊള്ളാമല്ലോ ശ്രീപാർവതി, രുദ്രൻ മനസ്സിൽ പറഞ്ഞു. വയർ പെരുക്കുന്നത് വർദ്ധിച്ചതോടെ അയാൾ സമീപത്തിരുന്ന
ചെത്തിയ ഇളനീരും കോൽത്തിരിയും കയ്യിലെടുത്തുകൊണ്ട് മന്ത്രപ്പുരയ്ക്ക് പുറത്തിറങ്ങി. ഉപാസനാമൂർത്തികളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കയ്യിലിരുന്ന കോൽത്തിരിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം അതിൻ്റെ തിരിയിൽ അഗ്നി ജ്വലിച്ചു. ഓം ശത്രുക്രിയാബന്ധനം സ്വാഹ. മന്ത്രം ചൊല്ലിക്കൊണ്ട് രുദ്രൻ കോൽത്തിരിയുടെ തണ്ട് ഇളനീരിലേക്ക് കുത്തിയിറക്കി. കുത്തുകൊണ്ടതും അതിൽ നിന്നും രക്തം വമിക്കാൻ തുടങ്ങി. പതിയെ രുദ്രന്റെ വയർ സാധാരണ നിലയിലായി. തിരികെ മന്ത്രപ്പുരയിലേക്ക് കയറാൻ തുടങ്ങിയതും രുദ്രന്റെ ഇടം കണ്ണ് തുടിച്ചു. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. ദേവേട്ടൻ! ഒരു നിമിഷം പോലും പാഴാക്കാതെ രുദ്രൻ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ കൈ കോർത്ത് ഉപാസനാമൂർത്തിയായ ചാത്തനെ സ്മരിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിൽ നിന്നും ഒരു കനലെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ജ്വലിച്ചുയർന്ന ആദിത്യനെ പോലെ ആ കനൽക്കട്ട അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു. ഇല്ലം കാക്കും തേവാരമൂർത്തേ ചാത്ത, ചൊല്ലുകേട്ട് കൂടെ നിൽക്കും എന്റെ സഹോദരനെ രക്ഷസിന്റെ പിടിയിൽ നിന്നും കാത്തുകൊണ്ടുവാ. 3 നേരവും നേദ്യം കൊടുക്കുന്ന രുദ്രന്റെ വാക്ക് കേൾക്കേണ്ട താമസം ആ കനൽ വായുവേഗത്തിൽ കിഴക്കൂട്ട് കുതിച്ചു. രുദ്രശങ്കരൻ തന്റെ പ്രയോഗത്തിൽ നിന്നും രക്ഷ നേടിയെന്ന് മനസ്സിലാക്കിയ ശ്രീപാർവതിയുടെ ഉള്ളിൽ അല്പം ഭയം പടർന്നു. ചെമ്പകച്ചുവട്ടിൽ ദേവദത്തൻ നിക്ഷേപിച്ച പൂവും കുങ്കുമവും ചേർന്നൊരുക്കിയ അർത്ഥബന്ധനത്തിന്റെ ശക്തി തകർക്കാതെ തനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേവന്റെ ശ്രദ്ധ പിന്നിലേക്ക് തിരിച്ചാൽ മാത്രമേ ആ ബന്ധനം നീങ്ങൂ എന്ന് മനസ്സിലാക്കിയ ശ്രീപാർവതി അയാളുടെ നേരെ കൈയുയർത്തി. കണ്ടത്തിലെ ജലത്തിൽ ആ കാഴ്ച കണ്ട ദേവദത്തൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞു നോക്കാൻ അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ഇത് 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 ഒരു പക്ഷേ ഇതൊക്കെ എൻ്റെ തോന്നലാണെങ്കിലോ? തിരിഞ്ഞൊന്ന് നോക്കിയാലോ? ദേവൻ ഒരിക്കൽ കൂടി പാടത്തിലെ വെള്ളത്തിലേക്ക് നോക്കി. ശ്രീപാർവതിയുടെ കൈ കഴുത്തിന് നേരെ നീളുകയാണ്. ഇല്ല ഇല്ല, തിരിഞ്ഞു നോക്കുക തന്നെ. ദേവൻ തല തിരിക്കാൻ ശ്രമിച്ചതും അതിശക്തമായ ഒരു പ്രഭ അയാൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവലയം. ഒരു നിമിഷത്തേക്ക് ദേവദത്തനൊന്നും വ്യക്തമായില്ല. കൈകൾ തലയ്ക്ക് മുകളിൽ പിടിച്ച് അയാൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അടുത്ത നിമിഷം ആ പ്രകാശവലയത്തിൽ നിന്നും ഒരു കുറുവടി മുൻപോട്ട് കുതിച്ചു. ദേവന്റെ ശിരസിൽ തൊട്ടില്ല എന്ന മട്ടിൽ പാഞ്ഞെത്തിയ ആ ദണ്ഡ് ശ്രീപാർവതിയുടെ തിരുനെറ്റിയിൽ ആഞ്ഞു പതിച്ചു. അടുത്ത നിമിഷം 3 വാരെ പിന്നിലോട്ട് അവൾ തെറിച്ചു വീണു. പ്രതിയോഗി ആരാണെന്നറിയാതെ അവൾ അവിടെ നിന്നും കുതിച്ചുയർന്നു. വിശ്വരൂപം കൈക്കൊണ്ട ആ രക്തരക്ഷസ് അലറി വിളിച്ചു. കലിയടങ്ങാതെ മണ്ണിൽ ആഞ്ഞു ചവിട്ടി. പാടങ്ങൾ വിണ്ടുകീറി. ആരാ നീ? എന്റെ മാർഗം തടയാൻ മാത്രം എന്ത് ബന്ധമാണ് ഇവനും നിനക്കും ഇടയിലുള്ളത്? പറയാൻ. അവൾ പ്രകാശവലയത്തെ നോക്കി അലറി. അടുത്ത നിമിഷം ആ പ്രകാശരശ്മികൾ നേർത്തു വന്നു. അവിടമാകെ പുകമഞ്ഞ് നിറഞ്ഞു. ഒളിച്ചിരുന്ന തിങ്കൾക്കല പതിയെ മേഘപാളികൾക്കിടയിൽ നിന്നും പുറത്തേക്ക് തല നീട്ടി. പടർന്നൊഴുകിയ വെള്ളി വെളിച്ചത്തിന്റെ ശോഭയിൽ അവൾ ആ കാഴ്ച കണ്ട് ഞെട്ടി.
ചാത്തൻ, കാളകെട്ടിയില്ലത്തെ തേവാരമൂർത്തി. മൂകാംബികാദേവി കാളകെട്ടി മാന്ത്രികർക്ക് നൽകിയ വരപ്രസാദം. 1000 ആദിത്യന്മാരുടെ സംഗമം പോലെ തിളക്കമാർന്ന ശരീരം, മുത്തുപൊഴിയും ചിരി. വലത് കരത്തിൽ തൻ്റെ തിരുനെറ്റിയിൽ പതിച്ച കുറുവടിയുമേന്തി സർവാഭരണ വിഭൂഷിതനായി കരിവീട്ടിക്കാതലിൻ്റെ തെളിമയുള്ള മാടൻ പോത്തിൻ്റെ പുറത്ത് ആ ശിവപുത്രൻ വിരാജിതനായിരിക്കുന്നു. ഇന്നോളം മഹാമാന്ത്രികന്മാർക്ക് മാത്രം വെളിവായിട്ടുള്ള ചാത്തന്റെ ആ വിശ്വരൂപം കണ്ടതും ദേവദത്തന്റെ ബോധം മറഞ്ഞു. കാളകെട്ടിയിലെ ചാത്തനെ നന്നായി അറിയുന്ന ശ്രീപാർവതി ക്ഷണനേരം കൊണ്ട് അവിടെ നിന്നും മറഞ്ഞു. ആ സമയത്ത് ദുർഗാപ്രീതി പൂർത്തിയായതും രുദ്രശങ്കരൻ അയച്ച സഹായികൾ പാടവരമ്പിൽ ബോധം നശിച്ചു കിടന്ന ദേവദത്തനെ താങ്ങിയെടുത്ത് മംഗലത്ത് എത്തിച്ചു. അപ്പോഴേക്കും അയാൾക്ക് ബോധം വീണിരുന്നു. നടന്നതൊക്കെയും ഒരു ദുസ്വപ്നം പോലെ കാണാനാണ് അയാൾ ആഗ്രഹിച്ചത്. വീണ്ടും പഴയതുപോലെ രുദ്രന്റെ വാക്കുകൾക്ക് ചെവിയോർത്ത് ആ നിഷ്കളങ്ക സഹായി അവിടെ നിലയുറപ്പിച്ചു. ബ്രഹ്മയാമത്തിന്റെ ഉദയമറിയിച്ചുകൊണ്ടൊരു നിലാപക്ഷി ഉറക്ക ചിലച്ചു. അതേസമയം രുദ്രശങ്കരന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ആ, ബ്രഹ്മയാമം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഭഗവതി സേവ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവതി സേവ പൂർത്തിയായാൽ ഉടനെ നാം ആവാഹനാ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. അവൾ ഏത് വിധേനയും മേനോനദ്ദേഹത്തിന്റെ അടുത്തെത്താൻ ശ്രമിക്കും. പക്ഷേ ഈ മാന്ത്രികപ്പുരയിൽ കടക്കാൻ അവൾക്കാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് ലക്ഷ്യം നേടാൻ അവൾ പല വിധത്തിലും ശ്രമിക്കും. മേനോനദ്ദേഹം എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കരുത്. മേനോൻ എല്ലാം കേട്ട് അനുസരണയുള്ള കുട്ടിയെപ്പോലെ മന്ത്രപ്പുരയിൽ ഇരുന്നു. താന്ത്രിക പ്രധാനമായ ഭഗവതി സേവയ്ക്ക് ഹോമകുണ്ടത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അതണഞ്ഞു പോകാതിരിക്കാൻ പ്ലാവിൻ വിറക് കൂട്ടി നെയ്യ് പകർന്ന് അഗ്നി കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്തി. അങ്ങനെ പത്മമിട്ട് വിളക്ക് വച്ച് ദേവീ ചൈതന്യം ആവാഹിച്ചു. ഉണക്കലരിയും കടും ശർക്കരക്കൂട്ടും ചേർത്ത് തയ്യാറാക്കിയ കടുംപായസം പഞ്ചോപചാര പൂജ ചെയ്ത് നിവേദിച്ചു. ശേഷം ദുർഗാമന്ത്രം, ത്രിപുരസുന്ദരീ മന്ത്രം, ദേവീ സൂക്തം, ദേവീമാഹാത്മ്യത്തിലെ 11-ാം അധ്യായം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിക്കാൻ ആരംഭിച്ചു. അരുണന്റെ കരവിരുതിൽ സൂര്യഭഗവാന്റെ തേര് കിഴക്ക് പ്രഭ പടർത്തി ഉയർന്നപ്പോഴേക്കും ഭഗവതി സേവ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ലളിതാസഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്ത് രുദ്രശങ്കരൻ പൂജ അവസാനിപ്പിച്ചു. ഓരോ പൂജകൾ കഴിയുമ്പോഴും കൃഷ്ണമേനോന്റെ ഉള്ളിൽ സന്തോഷം അല തല്ലുകയായിരുന്നു. അതേ സമയത്ത് വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കമ്പക്കെട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കൊല്ലൻ വേലായുധൻ വെടിക്കെട്ടിന് തീ കൊളുത്തി. ഗ്രാമമൊട്ടുക്ക് വിറയ്ക്കുമാർ ഉച്ചത്തിൽ ആചാരവെടി മുഴങ്ങി. ഇടംതല മുറുക്കിയ അസുരവാദ്യം പാതി താളത്തിൽ തുടങ്ങി രുദ്രതാളത്തിലെത്തി.
ചെമ്പും കുഴലും ശംഖനാദവുമായി ദേവിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തുടക്കമായി. വെടിക്കെട്ടിന്റെ ശബ്ദം പാടവരമ്പും കടന്ന് മംഗലത്ത് മുറ്റത്തുമെത്തി. രുദ്രശങ്കരന്റെ നോട്ടത്തിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ട പരികർമ്മികൾ ആവാഹനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സുദർശന ചക്രം വരച്ച് ഹോമകുണ്ഡം അതിലേക്ക് മാറ്റി നെയ്യും കർപ്പൂരവും അർപ്പിച്ച് അഗ്നി ജ്വലിപ്പിച്ചു. അതേ സമയത്ത് പുറത്ത് നടക്കുന്നതൊക്കെ അഭിമന്യു റൂമിൽ നിന്ന് കാണുകയായിരുന്നു. അങ്ങനെ പട്ടിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ സ്ത്രീരൂപമെടുത്ത് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തി പീഠത്തിൽ വച്ചുകൊണ്ട് രുദ്രൻ സഹതന്ത്രികൾക്ക് കണ്ണുകൊണ്ട് ആജ്ഞ നൽകി. അതേ സമയത്ത് എല്ലാവരും സുദർശന ഹോമത്തിന് തയ്യാറായി. കൃഷ്ണമേനോൻ കണ്ണടച്ച് അതിതീവ്രമായ പ്രാർത്ഥനയിലാണ്. എള്ളും പൂവും കടലാടിയും നെയ്യും മറ്റ് പൂജാവിധി പ്രകാരമുള്ള വസ്തുക്കളും അഗ്നിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് രുദ്രശങ്കരൻ സുദർശന ഹോമത്തിന് തുടക്കം കുറിച്ചു. ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനേ പരകർമ്മ മന്ത്രയന്ത്രൗഷധസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യുർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനേ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോപണകരായ ബ്രഹ്മണേ പരം ജ്യോതിഷേ സഹസ്രാരകുംഫൽ. താന്ത്രികരുടെ കണ്ഠനാളത്തിൽ നിന്നുയർന്ന സുദർശന മന്ത്രം ശ്രീപാർവതിയെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഹേ മഹാമാന്ത്രികനായ രുദ്രശങ്കര, മേനോനെ കൊല്ലാതെ ഞാൻ പോവില്ല. അവൾ രൗദ്രഭാവം പൂണ്ട് മംഗലത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ പടിപ്പുര കടക്കാനുള്ള അവളുടെ ശ്രമം സാക്ഷാൽ പാലാഴിവാസന്റെ ശക്തിക്ക് മുൻപിൽ നിഷ്ഫലമായി. പെട്ടെന്ന് മാനം കറുത്തിരുണ്ടു. കണ്ണഞ്ചും വേഗത്തിൽ മിന്നലും കാതിനെ തോൽക്കും വിധം ഇടിയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതേസമയം വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയുടെ പുനഃപ്രതിഷ്ഠ പുരോഗമിക്കുകയായിരുന്നു. വാസുദേവ തന്ത്രി കൈപിടിച്ചു കൂട്ടിയ വിഗ്രഹം ശങ്കരനാരായണ തന്ത്രി പീഠത്തിലേക്ക് താഴ്ത്തി അഷ്ടബന്ധം കൊണ്ട് ഉറപ്പിച്ചു. ശ്രീപാർവതിക്ക് തന്റെ നശ്വര രൂപം നഷ്ടമാവുന്നത് പോലെ തോന്നി. സത്യത്തിൽ അത് തോന്നലല്ല, സംഭവ്യമാവുകയാണ് എന്നവൾക്ക് വ്യക്തമായി. വർദ്ധിച്ചു വന്ന പകയോടെ അവൾ അലറി വിളിച്ചു. കണ്ണുകളിൽ നിന്നും അഗ്നി ചിതറി. അടുത്ത നിമിഷം അതിശക്തമായ കാറ്റ് അവിടെയാകെ വട്ടം കറങ്ങാൻ തുടങ്ങി. ആവാഹനപ്പുരയെ അപ്പാടെ ഇളക്കി മറിക്കും വിധത്തിൽ വായു അലറി വിളിച്ചു. വിളക്കുകളൊക്കെ തെറിച്ചു വീണു.
കാറ്റിന്റെ ശീൽക്കാരത്തിനും മീതെ ശ്രീപാർവതിയുടെ അട്ടഹാസം മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. മന്ത്രം ചൊല്ലുന്നത് നിർത്താതെ രുദ്രശങ്കരൻ ദേവദത്തനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ഗ്രഹിച്ചതും ദേവൻ ഹോമകുണ്ഡത്തിനടുത്തു വച്ചിരുന്ന തളികയിൽ നിന്നും ഒരു പിടി ഭസ്മമെടുത്ത് രുദ്രന്റെ കയ്യിലേക്ക് നൽകി. രുദ്രൻ ഭസ്മം അഗ്നിക്ക് മുകളിൽ 3 തവണ ഉഴിഞ്ഞെടുത്ത് പുറത്തേക്ക് ഊതി. ഭസ്മം അന്തരീക്ഷത്തിൽ പടർന്നതോടെ കാറ്റ് ഗതി മാറി വീശാൻ തുടങ്ങി. സുദർശന മന്ത്രം 1000 ഉരു പൂർത്തിയായതും രുദ്രശങ്കരൻ പീഠത്തിൽ നിന്നും എഴുന്നേറ്റു. അതേസമയം പരികർമ്മികൾ മന്ത്രജപം തുടർന്നുകൊണ്ടിരുന്നു. അതിശക്തമായ മന്ത്രം 10008 ഉരു ചൊല്ലി പൂർത്തിയാവുന്നതോടെ രക്ഷസിനെ ആവാഹിക്കാൻ രുദ്രശങ്കരന് സാധിക്കും. അതേ സമയത്തു തന്നെ ക്ഷേത്രത്തിൽ സഹസ്രകലശാഭിഷേകം ഭംഗിയായി നടക്കുന്നുണ്ടായിരുന്നു. മന്ത്ര ഉച്ചാരണങ്ങളോടെ ശങ്കരനാരായണ തന്ത്രി 300-ാം കലശം അഭിഷേകം ചെയ്തു. തന്നെ ആരോ ആവാഹനക്കളത്തിലേക്ക് വലിച്ചടുപ്പിക്കും പോലെ തോന്നിയ ശ്രീപാർവതി സർവശക്തിയും ഉപയോഗിച്ച് പിന്നിലേക്ക് വലിയാൻ ശ്രമിച്ചു. നിനക്ക് രക്ഷയില്ല ശ്രീപാർവതി, വരൂ, മോക്ഷപദത്തിൽ ചേരൂ. വരാൻ. സമീപത്തെ ഉരുളിയിൽ നിറച്ച ജലത്തിലേക്ക് നോക്കി രുദ്രശങ്കരൻ ആജ്ഞ നൽകി. ഇല്ല ഇല്ല, എന്റെ ലക്ഷ്യം പൂർത്തിയാവാതെ ഞാൻ പോവില്ല. ഇല്ല, മേനോന്റെ രക്തം കൊണ്ട് സ്വയം അഭിഷേകം നടത്തിയിട്ടേ ഈ ശ്രീപാർവതി പോകൂ. ഇത് സത്യം സത്യം സത്യം. അത് നിന്റെ വ്യാമോഹമാണ്. അയാളെ കൊല്ലാൻ നിനക്ക് അവകാശമില്ല. ഇനിയൊരു നിമിഷം പോലും ഈ ഭൂമിയിൽ തുടരാൻ നിനക്ക് അനുവാദമില്ല. അധികം വൈകാതെ വള്ളക്കടത്തമ്മയുടെ സഹസ്ര കലശം പൂർത്തിയാവും. അതോടെ നിന്റെ ശക്തി ക്ഷയിക്കും. ശേഷം ശ്രീപത്മനാഭന്റെ സുദർശന ചക്രം നിന്നെ ഖണ്ഡം ഖണ്ഡമാക്കും. അതിലും നല്ലത് സ്വമേധയാ എന്റെ മുൻപിലെ ആവാഹനക്കളത്തിൽ വരുന്നത് തന്നെയാണ്. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അവൾ അലറി വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞ് രക്തമൊഴുകി. നിന്റെ ഈ അട്ടഹാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും വേഗം ഈ രുദ്രശങ്കരൻ പറയുന്നത് നീ അനുസരിക്കുക. രുദ്രശങ്കരൻ വീണ്ടും മന്ത്രജപത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ദേവദത്തൻ കണക്കുകൂട്ടി. മന്ത്രം 5000 കടന്നിരിക്കുന്നു. അതേ സമയത്ത് വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ കലശം ആടുന്നതിനിടയിൽ ശങ്കരനാരായണ തന്ത്രി വാസുദേവ തന്ത്രിയോട് ചോദിച്ചു, ഇതിപ്പോ എത്രയായി കലശക്കുടം? 800 കടന്നു. ഇനിയിപ്പോ വേഗം ആവും. അവളുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ലക്ഷണം. അതേ സമയത്ത് തന്നെ മംഗലത്ത് തറവാട്ടിൽ
രുദ്രശങ്കരൻ ദേവനെ അടുത്തേക്ക് വിളിച്ചു. ദേവേട്ടാ, ഈ അരി മേനോൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കൂ. രുദ്രൻ ഒരു പിടി അരിയെടുത്ത് ദേവദത്തിനെ ഏൽപ്പിച്ചു. അയാൾ അത് മേനോന് കൈമാറി. ആ, മേനോൻ അദ്ദേഹം സുദർശന മന്ത്രം 10,000 ഉരു പിന്നിട്ടിരിക്കണു. ഇനി കേവലം 8 ഉരു കൂടി. ആദ്യം ആ അരി 3 തവണ തലയ്ക്കൊഴിഞ്ഞു തരൂ. രുദ്രശങ്കരന്റെ വാക്കുകൾ മഞ്ഞുതുള്ളി പോലെയാണ് കൃഷ്ണമേനോൻ കേട്ടത്. ദേവദത്തൻ കൈമാറിയ അരി നിറഞ്ഞ ചിരിയോടെ കയ്യേറ്റ അയാൾ 3 തവണ തലയ്ക്കൊഴിഞ്ഞു നൽകി. രുദ്രശങ്കരൻ അത് അഗ്നിയിലേക്ക് അർപ്പിച്ച് നെയ്യ് പകർന്നു. അപ്പോഴേക്കും സുദർശന മന്ത്രം പൂർണ്ണമായിരുന്നു. അതേ സമയത്ത് ശ്രീപാർവതിയുടെ ശരീരം ശക്തമായ താപത്താൽ ഉരുകിയൊലിക്കാൻ തുടങ്ങി. അവൾ ദയനീയമായി തേങ്ങിക്കരഞ്ഞു. ശ്രീപാർവതി, വരൂ, നിനക്ക് മോക്ഷപ്രാപ്തിക്ക് സമയമായി. വരൂ. രുദ്രശങ്കരന്റെ ആ ആജ്ഞ വിദൂരത്തിൽ നിന്നവൾ കേട്ടു. അതേ സമയത്ത് സഹസ്രകലശാഭിഷേകത്തിന്റെ അവസാന കലശം ദേവിക്ക് അഭിഷേകം ചെയ്ത് ശങ്കരനാരായണ തന്ത്രി ഇരു കൈയും കൂപ്പി. അങ്ങനെ തളികയിൽ നിന്നും പച്ചരിയും മഞ്ഞളും കൂട്ടിയ മിശ്രിതമെടുത്ത് രുദ്രശങ്കരൻ ആവാഹനത്തിലേക്ക് കടന്നു. ഓം ഏഹി ഏഹി ശ്രീപാർവതീ നാമ സ്ത്രീ പ്രേതോ ആഗച്ഛ ആഗച്ഛ ആവാഹിതോ ഭവ. ഓം ഏഹി ഏഹി ശ്രീപാർവതീ നാമ സ്ത്രീ പ്രേതോ ആഗച്ഛ ആഗച്ഛ ആവാഹിതോ ഭവ. ഉച്ചസ്ഥായിയിലുള്ള ആവാഹനാമന്ത്രം മംഗലത്ത് പടിപ്പുര കടന്ന് ശ്രീപാർവതിയെ വലയം ചെയ്തു. അങ്ങനെ ശക്തി നഷ്ടപ്പെട്ട ആ ആത്മാവ് ഒരു മഞ്ഞുപടലം പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അതേ സമയത്ത് രുദ്രശങ്കരൻ മന്ത്ര ഉച്ചാരണത്തിന്റെ ആക്കം കൂട്ടി. പരികർമ്മികൾ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നെയ്യ് ഹോമകുണ്ഡത്തിലേക്ക് തർപ്പിച്ചു. തുളസിയും ചന്ദനവും വെളുത്ത പുഷ്പങ്ങളും അർപ്പിച്ച് രുദ്രശങ്കരൻ സ്വർണ സ്ത്രീരൂപത്തിൽ കൈയമർത്തി ശ്രീപാർവതിയെ ആവാഹിച്ചിരുത്താൻ ആരംഭിച്ചു. അതേ സമയത്ത് കൂട്ടമണിയടിയുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും ശബ്ദം കൂടുതൽ കനപ്പെട്ടു. രുദ്രസംഹാരയായ ശ്രീപാർവതി ആ സ്വർണരൂപത്തിലേക്ക് അലിഞ്ഞലിഞ്ഞ് ചേരാൻ തുടങ്ങി. ആവാഹനാകർമ്മം പൂർത്തീകരിച്ച് തർപ്പണത്തിലേക്ക് കടക്കുമ്പോൾ വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ നിന്നും പഞ്ചാരിയുടെ ദ്രുതതാളം ഉയർന്നു തുടങ്ങി. ശാന്തമായ പ്രകൃതിയിൽ
തണുത്ത മന്ദമാരുതൻ ഒഴുകി നടന്നു. ഉയർന്നു പൊങ്ങിയ ശംഖനാദത്തിന്റെ അകമ്പടിയോടെ ബ്രഹ്മകലശ പൂജ കഴിഞ്ഞ് വള്ളക്കടത്ത് ഭഗവതിയുടെ ശ്രീകോവിൽ തുറക്കപ്പെട്ടു. മേനോനദ്ദേഹം ഇനി ആശ്വാസായി. ഇനി ഭയപ്പെടാനൊന്നുമില്ല. കണ്ണു തുറന്നോളൂ. രുദ്രശങ്കരൻ തോളിൽ തട്ടിയപ്പോഴാണ് മേനോൻ കണ്ണു തുറന്നത്. ആ, ഇതാ ഇത്രയും നാൾ താങ്കളെ ഭയപ്പെടുത്തിയ ശ്രീപാർവതി. രുദ്രൻ സ്വർണ പ്രതിമയ്ക്ക് നേരെ കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തു. നന്ദിയുണ്ട്, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. കൃഷ്ണമേനോൻ രുദ്രശങ്കരന്റെ കാൽ തൊട്ട് തൊഴുതു. ഹേ, ഇതിന് ഇത്രമാത്രം പറയാനൊന്നുമില്ല കൃഷ്ണമേനോൻ. അദ്ദേഹം കാളകെട്ടി ഇല്ലക്കാർക്ക് വാക്ക് ഒന്നേ ഉള്ളൂ, അത് പാലിച്ചു. ഇതാ രക്ഷസിനെ ഈ രുദ്രശങ്കരൻ ബന്ധിച്ചിരിക്കണു. നല്ലോണം നോക്കി കണ്ടോളൂ. ആ, പിന്നെ ഞങ്ങൾക്ക് അല്പം ക്രിയകൾ കൂടി ബാക്കിയുണ്ട്. താങ്കൾ തറവാട്ടിലേക്ക് മടങ്ങിക്കോളൂ. അങ്ങനെ നിറഞ്ഞ മനസ്സോടെ കൃഷ്ണമേനോൻ അവിടെ നിന്നും പുറത്തു കടന്നു. മംഗലത്ത് തറവാടിന്റെ പൂമുഖപ്പടിയിൽ കാൽ വച്ചപ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. തൊടിയിലെ കുളപ്പടവിൽ ഒരു രൂപം തന്നെ നോക്കി നിൽക്കണു. മരക്കൂട്ടങ്ങൾ തീർത്ത ഇരുളിന്റെ പ്രഭാവത്തിൽ ആളിന്റെ മുഖം അങ്ങട് വ്യക്താവണില്ല. ആരാത്? മേനോൻ പതിയെ കുളക്കരയിലേക്ക് നടന്നു. പക്ഷേ അപ്പോഴേക്കും ആ രൂപം എവിടെയോ മറഞ്ഞിരുന്നു. മണിക്കൂറുകളോളം പുകയും ചൂടും കൊണ്ടിരുന്നതിൻ്റെ ക്ഷീണം കാരണമുണ്ടായ തോന്നൽ മാത്രമാണ് അതെന്ന് മേനോന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ അയാൾ കുളക്കടവിൽ നിന്നും മംഗലത്ത് തറവാട്ടിലേക്ക് പതിയെ തിരിച്ചു നടക്കാൻ തുടങ്ങിയതും പിൻകഴുത്തിൽ ഒരു ലോഹക്കുഴലിന്റെ തണുപ്പ് തട്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ആളിക്കത്തുന്ന പകയുടെ തീക്കനലുമായി ശ്രീപാർവതിയും ഒരു മന്ത്രദൂരത്തിനരികെ കാളകെട്ടിയിലെ മഹാമാന്ത്രികന്റെ മകൻ രുദ്രശങ്കരനും നേർക്കുനേർ നിൽക്കുന്ന രക്തരക്ഷസ് എന്ന ഈ കഥയുടെ 23-ാം ഭാഗവും തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ കഥാഭാഗവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.